ഹായ്. പിന്നെ ഒരു സന്തോഷമുണ്ട്, എല്ലാ ദിവസവും സന്തോഷമുണ്ട്. ഇന്നും ചെറിയൊരു സന്തോഷം. കാസർഗോഡ് നിന്ന് വരുന്നതാണ് ഇങ്ങോട്ടേക്ക് നമ്മുടെ ഷോപ്പിൽ സ്വർണം വാങ്ങാനും പിന്നെ നമ്മളെല്ലാവരും കാണാൻ പറ്റുന്നല്ലേ. നമ്മളെ വീഡിയോ മുമ്പേ കാണുന്നുണ്ടോ? കുറേ ആയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ നല്ല പരിചയം, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് നേരിൽ കണ്ട് പരിചയപ്പെടുന്നത്. ഇന്നലെ ഇതുപോലെ ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇവർ കാസർഗോഡ് നിന്നേ വന്നതാണ്, കുറേ ദൂരത്തേ വരുന്നതാണല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ച്. അപ്പോൾ സ്വർണ്ണം ആയില്ലല്ലേ, സെറ്റായി. പിന്നെ പേര് സുജിത്ത് എന്നാണ് പേര്. പിന്നെ വൈഫിൻ്റെ പേര് ആര്യ അല്ലേ, ആര്യാണ് വൈഫിൻ്റെ പേര്. പിന്നെ ഒരു കുഞ്ഞു മോനുണ്ട്, മോൻ്റെ പേര് യാദവ്. പിന്നെ ഒരു മോളുണ്ട്. അവിടുന്ന് മോള് ഒരേ ഓട്ടാണ്, നിൽക്കുന്നില്ല. വന്നപ്പോൾ മുതൽ നമ്മുടെ വൈബ്രേഷൻ മിഷനിലും സോഫേമലും ഈ നായിൻ്റെ പേരും പുലീൻ്റെ പേരിലും ഇങ്ങനെ കളിയാന്നാണ്. മോള് വാ, ഇതാ മോളത് കാണിക്കട്ടെ. ഹലോ. അപ്പോൾ സമയം 2 മണി. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഉച്ച സമയത്ത് ഭക്ഷണം വേണ്ട പറഞ്ഞു, അവന് തിന്നാണ്ട് പറ്റൂല. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയപ്പോൾ നമ്മൾ അപ്പുറത്തെ ഹോട്ടലിൽ പോകണം ഭക്ഷണം കഴിക്കാൻ. നമ്മൾ ഇവിടെ വന്നാൽ അപ്പോൾ ബാക്കി സ്വർണ്ണമെല്ലാം പാക്കിങ് കാര്യം നടക്കുന്നുണ്ട്. നമുക്ക് ഇന്നലെ കഴിച്ചിട്ട് ഓക്കെ. അടുത്ത ഒരാളുണ്ടല്ലോ. ഹലോ ഹലോ, ഇതാ ഇങ്ങോട്ട് വയ്ക്കാം. ഇതാ മാവനെ നോക്കിയാൽ ഇതാ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുമോള്. നമ്മളെ ഷോപ്പിലെ മിഷനറീസിലുണ്ടല്ല മക്കൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇത് കുട്ടിയെക്കാളും എല്ലാക്കാലും നല്ലതാണ് കേട്ടോ. ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുണ്ടല്ലോ, ഇത് ഏറ്റവും ബെസ്റ്റാണ്. ഒന്നാമത് തീരെ അനങ്ങാത്തവർക്കാണെങ്കിൽ ഇത് ഏറ്റവും നല്ലതാണ്. നമ്മളെ ഷോപ്പിൽ വന്ന് ആരെയായാലും ഒന്ന് ഇതിൻ്റെ അത് കയറ്റി നിർത്തും, പ്രത്യേകിച്ച് പ്രായമുള്ളവരെ. കാരണം ഈ വെരിക്കോസ് വെയിന് അങ്ങനെയുള്ള കാര്യത്തിനുണ്ടല്ലോ ഈ വൈബ്രേറ്റിംഗ് മെഷീൻ ഏറ്റവും ടോപ്പാണെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ സ്വീറ്റായിട്ടിന് ഇതാ സ്വർണ്ണെല്ലാം ഏതാണ്ടെല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകണം. ഉച്ച സമയമാണ്, എല്ലാവർക്കും നല്ല വിഷമമാണ്. അപ്പോൾ നമ്മൾ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോയിട്ടില്ല, നമ്മൾ സ്ഥിരം എടുത്ത് തന്നെ അത് പോകുക കേട്ടോ. അപ്പോൾ ഇതേ ഭക്ഷണത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, നമ്മളെ വീടൊന്നും വേണം പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലെത്തി കേട്ടാ. നോക്കിയേട്ടെ, നമ്മളെ വീടുണ്ടല്ലോ പഴയൊരു തറവാട് വീടാണ്, കുഞ്ഞു വീടാണ് കേട്ടാ. ചെറിയ ഫാമിലി, അതുകൊണ്ട് കുഞ്ഞു വീട്. എന്തായാലും ഇവർ വീട്ടിൽ വന്നുകൊണ്ട് ശ്രുതിനെയും കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി കേട്ടാ. അങ്ങനെ നമ്മളെല്ലാവരും കുറേ സമയം വർത്താനം പറഞ്ഞ് വിശേഷം പറഞ്ഞതാ വീണ്ടും ഷോപ്പിലേക്ക്. അപ്പോൾ സ്വർണ്ണമെല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളെ സൂചിയേറും മത്സരമാണ് കേട്ടോ. പിന്നെ സുഹിത്താടിൻ്റെ പണി ഞാൻ പറഞ്ഞല്ലോ, സുഹിത്താടിൻ്റെ മരത്തിൻ്റെ പണിയാണ്. അപ്പോൾ മുമ്പത്തെ ഒരു കഥ പറഞ്ഞവർ എന്ന് വെച്ചാൽ മരം മുറിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ ഇവരൊരു കുറുക്കം വന്ന് കടിച്ചു പോലേ. കുറുക്കൊക്കെ അടിച്ച് ഓടിയോടെ തീരെ ഇവർ ബാഗിൽ തന്നെ ഓടിയിട്ട് കുറുക്കൻ്റെ 2 ചെവിയും പിടിച്ച് നെൽത്തൊറ്റട്ടി അങ്ങനെ അടിച്ച് കൊന്നാൾ കേട്ടോ. ഈ മരപ്പണിയിലായതുകൊണ്ട് കൈക്ക് നല്ല കരുത്താണ്. അപ്പോൾ ഈ കഥ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു തമാശയായിട്ട് തോന്നിയത്. കാരണം നായ കടിച്ചു കഴിഞ്ഞാൽ സാധാരണ ഹോസ്പിറ്റലിലേക്ക് പോവുക, ഇവരാണെങ്കിൽ നായിൻ്റെ ബാഗിൽ തന്നെ ഓടിപ്പോയി നായിനെ തച്ച് കൊന്ന് കഴിഞ്ഞിട്ട് അതിന് ലോറിയിലിട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. എന്തിനാന്നല്ലേ, ഈ നായ്ക്ക് വല്ല ഭ്രാന്തണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നായിനെ ലോറിയിലിട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടാ. ഇവർ കാണും പോലെ നല്ല ആള് പുലിയാട്ടാ, പുപ്പുലി. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ചീമേനി എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഒരുപാട് പ്രാവശ്യം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിന്. അങ്ങനെ അവിടെ നിന്ന് ഇന്ന് ലീവായതുകൊണ്ട് ഭാര്യനെയും കുട്ടികളെയും കൂട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഒരുപാട് ജ്വല്ലറിയിൽ പോയിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. എല്ലാവരും നല്ല ഇടപെടലാണ്. പിന്നെ എല്ലാവരും പേര് ഏകദേശം അറിയാം. ശ്രീനേച്ചിനെ അറിയാം, ഷബീർഖനെ അറിയാം. എല്ലാവരും കാണുന്നത് എല്ലാവരും പേര് ഏകദേശം അറിയുന്നതാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ടി വന്നിട്ടില്ല. ഇവിടെ വന്നു, ബൈജുവേട്ടൻ്റെ വീട്ടിൽ വരെ കൂട്ടിക്കൊണ്ടുപോയി. കുഞ്ഞിനെ കണ്ടു, മോശമില്ല, നല്ലൊരു ബിരിയാണി എല്ലാം വാങ്ങി തന്നു. ഗെയിംസ് വൈബ്രേഷൻ ഇത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ കുട്ടികൾ ഇത്രയും നേരം അതിൽ തന്നെയായിരുന്നു. അത് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോഴാണ് ഒന്ന് ഇറങ്ങിയത്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഒന്ന് പോകണമെന്ന് പറയും. വലിയ ദൂരമൊന്നുമില്ല, ഞാൻ 1 മണിക്കൂർ 1.25 മണിക്കൂർ യാത്രയേ ഉള്ളൂ. എന്തായാലും ഇങ്ങോട്ട് തന്നെ എന്തായാലും വരും. ഇനി വീണ്ടും വരും. നിങ്ങളെ ക്യാപ്ഷൻ പോലെ വന്നവർ വീണ്ടും വരും, വരാത്തവർ ഞങ്ങളെ തേടി വരും എന്ന് പറയുന്നില്ലേ, അതെന്തായാലും കറക്റ്റാണ്. ഇനി എന്തായാലും ഒരു ദിവസം കൂടി വരും. ജീസൻസ് ഗോൾഡ് കമ്പിൽ വന്നവർ വീണ്ടും വരും, വരാത്തവർ ഞങ്ങളെ തേടി വരും. അപ്പോൾ നമ്മളെ സുഹിത്താടിൻ്റെ ഫാമിലി സ്വർണ്ണമെല്ലാം വാങ്ങി ഇറങ്ങലായ നമ്മൾ കുറേ സമയം സംസാരിച്ച് ശരിക്കും പരിചയപ്പെട്ടു കേട്ടാ. വളരെ നല്ല മനുഷ്യൻ, നല്ല സ്വഭാവം കേട്ടാ. എന്ത് കാര്യമായാലും അത് ഉള്ളതുപോലെ അങ്ങ് തുറന്ന് പറയും. അങ്ങനെ ഒരു മൂടി വെക്കലെ കാര്യമൊന്നുമില്ല. എന്ത് സത്യസന്ധമായിട്ട് പറയുന്ന ഒരു നല്ലൊരു വ്യക്തി കേട്ടാ. എന്തായാലും കുറച്ച് സമയത്തെ പരിചയം കൊണ്ടുണ്ടല്ല ഒരുപാട് കാലത്തെ ബന്ധം പോലെ ആയിട്ടുണ്ട് സുഹിത്താടിനും ഫാമിലിയോടുള്ള ബന്ധം.